മീനുക്കുട്ടിയോടൊപ്പം ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ചൈനീസ് ബോർഡർ സൈഡിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് യാത്ര പോകുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സുന്ദരമായ ഡാമിൻ എന്ന തൂണുകൾക്ക് മുകളിലുള്ള വില്ലേജ്. നിഷ്കളങ്കരായ ആളുകളും വ്യത്യസ്തമായ സംസ്കാരവും ജീവിത രീതിയുമാണ് ഞാൻ അവിടെ കണ്ടത്. അവരിലേക്ക് നമ്മളെ അടുപ്പിച്ചത് കട്ടപ്പനക്കാരൻ ജോമോനച്ഛൻ. അച്ഛൻ്റെ കൂടെ ആ ഒരു സുന്ദര ഗ്രാമത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടുത്തറിയുകയായിരുന്നു നമ്മൾ. കാടുകൾക്ക് നടുവിലുള്ള ഗ്രാമങ്ങളിലേക്ക് മണിക്കൂറുകൾ നടന്ന് അവിടുത്തെ കാഴ്ചകളും നമ്മൾ കണ്ടു. ഇനി അച്ഛനോടും ഈ നാടിനോടും ബൈ പറയേണ്ട സമയമായി. ബൈ ബൈ, താങ്ക് യു ഫ്രണ്ട്സ്. അങ്ങനെ ഇതാ നമ്മൾ ഈ സ്നേഹമുള്ള നാട്ടുകാരോടും ഈ സുന്ദരമായ നാടിനോടും സർവോപരി നമ്മളുടെ രണ്ട് അച്ഛന്മാരോടും, ജോമോനച്ഛൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിവിടെ വരാനും ഇതൊക്കെ കാണാനും സാധിച്ചത്. ജോമോനച്ഛൻ കണ്ടില്ലായിരുന്നു, നിങ്ങൾ നമ്മളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു, എക്സ്പ്ലെയിൻ ചെയ്തു, പറ്റാവുന്നിടത്തൊക്കെ കൊണ്ടുപോയി. മലയാളികളായിട്ടുള്ള അച്ഛന്മാർ ഉണ്ട് എങ്കിൽ നമുക്ക് ഇതാണ് കേട്ടോ മെയിനായിട്ടുള്ളൊരു ഗുണമേ. നമ്മളുടെ ഒരു കുടുംബ വീട്ടിലേക്ക് ചെന്ന് കയറിയ ഒരു ഫീലായിരിക്കും. എല്ലാത്തിനും എല്ലാമുണ്ട്. എന്താ പറയുക, അസൗകര്യങ്ങൾക്കിടയിൽ മുഴുവൻ സൗകര്യങ്ങളും അവരൊരുക്കി തന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ജോമോനച്ഛൻ്റെ ഫാമിലി ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കുമുള്ള സ്നേഹം, സന്തോഷം ഒക്കെ ഞാൻ അറിയിക്കുന്നു. ഇവിടെ ഇവർക്ക് റേഞ്ച് ഇല്ല, കറണ്ട് റേഞ്ച് ഇതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. പക്ഷെ ആളുകൾ, നാട്ടുകാർ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇവരോടൊക്കെ ഉള്ളത്. അതാ ദൂരെ നമ്മളുടെ പള്ളിയും സ്കൂളും ഹൗസും ഒക്കെ. അപ്പോൾ എനിക്ക് ഇറങ്ങുമ്പോൾ ഒരു സങ്കടം പോലെ കേട്ടോ, ഒരു വിഷമം. അയ്യോ, ഒന്നാമത്തെ കാര്യം ജോമോനച്ഛനെ അവിടെ വിട്ടിട്ട് വരുമ്പോൾ ഒരു എന്താ ഒരു ശരിക്കും നമുക്ക് ഉണ്ടാവില്ല ഉള്ളിൽ ഭയങ്കര സ്നേഹമുള്ള ഒരാളോട് ഇങ്ങനെ ബൈ പറഞ്ഞു പോകും. എനിക്ക് എല്ലാ സ്ഥലത്ത് പോയാലും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഒരു സങ്കടമായിരിക്കും, ഒരു വിഷമമായിരിക്കും. മേ ബി യാത്രയിൽ ഇതൊക്കെ വേണമല്ലോ അല്ലേ? എങ്കിൽ മാത്രമല്ലേ യാത്രയാകത്തുള്ളൂ. പുതിയ ആളുകൾ, പുതിയ സ്ഥലങ്ങളൊക്കെ നമ്മളുടെ മുമ്പിൽ എന്നും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ യാത്ര രസമുള്ളതായിട്ടും മാറത്തുള്ളൂ. അപ്പം ഈ ഒരു വിടവാങ്ങലൊക്കെ യാത്രയെ സംബന്ധിച്ചും അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. രാവിലെ തന്നെ ഞാൻ ഭയങ്കര സാഹിത്യപരമായിട്ട് തുടങ്ങട്ടെ. ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ മുമ്പോട്ടേക്ക് പോകുമ്പോഴേ എനിക്ക് നിങ്ങളെ കോടികളുടെ ഒരു പ്രൊജക്റ്റ് കാണിച്ചു തരാനുണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ കണ്ണ് തള്ളുന്നൊരു കാഴ്ചയായിരിക്കും അത്. അങ്ങനെ നമ്മളിതാ ടാറ്റർ റോഡ് കണ്ടു. പക്ഷേ ഈ ടാറ്റർ റോഡിൽ നമ്മൾ കയറുന്നില്ല. ഇത് കുറി എന്ന് പറയുന്ന ഇന്ത്യയുടെ അവസാനമായിട്ട് ചെല്ലുന്ന ആ ഒരു വില്ലേജ് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ, റോഡ് എത്തുന്ന വില്ലേജ്. അവിടെ നിന്ന് വീണ്ടും ചൈനയ ബോർഡറിലേക്ക് ഇന്ത്യ പുതിയ റോഡ് കട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മളുടെ ബിയോറയാണ് ചെയ്യുന്നത്. ഇനിയുണ്ടല്ലോ നമ്മളുടെ മുമ്പിലേക്ക് ഈ കാണുന്ന വഴിയാണ് നമുക്ക് പാസിപ്പർലോ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റോഡ്. ഈ റോഡിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഈ മുമ്പിൽ കാണുന്ന റോഡില്ലേ, ഇത് കണ്ടെങ്കിൽ വാട്ട് അഡ്വാൻസ്ഡ് ടെക്നോളജി. ഈ റോഡിന് എത്ര രൂപയ്ക്ക് നിർമ്മിച്ചാൽ നിങ്ങൾക്കറിയാമോ? 100 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് കേട്ടോ. 100 കോടി, 100 crore. ഓക്കെ, ഒന്ന് നോക്കി വെക്കണം കേട്ടോ നിങ്ങൾ ഈ 100 crore റുപ്പീസിൻ്റെ പ്രൊജക്റ്റ്. ഇവിടെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, വണ്ടിയൊക്കെ നമുക്ക് പറത്തി. കാരണം ഒരു കല്ലിൽ നിന്ന് മറ്റൊരു കല്ലിലേക്ക് ചാടിയാണ് നമ്മൾ കയറേണ്ടത്. കഴിഞ്ഞ ഡിസംബറിലാണ് ഈ റോഡ് വെട്ടി പൂർത്തിയായത്. 100 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ച് ഉണ്ടാക്കിയെടുത്ത റോഡാണിത്. ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ അങ്ങോളം കണ്ടോളൂ കേട്ടോ. നമ്മളുടെ എന്താ പറയുക, പൊതു ഖജനാവിൽ നിന്നുള്ള ഫണ്ട് എത്ര മാത്രം വേസ്റ്റ് ചെയ്യുന്നല്ല, കൊള്ളയടിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കേട്ടോ ഈ മേഖലയെ. അതായത് ഈ ഗവൺമെൻറ്റുകളെ വെറും ഒരു ഉത്തരവാദിത്വമില്ലാത്ത വെറും വൃത്തികെട്ടവന്മാരായി മാറരുത്. കാരണം വെറുതെ ഫണ്ട് 100 കോടി രൂപ അവിടെ കിടക്കട്ടെ, 200 കോടി രൂപ ഇവിടെ കിടക്കട്ടെ, 300 കോടി രൂപ അപ്പുറം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ കൊടുത്താൽ മാത്രം പോരടാവുക. ഇത് വന്ന് നിന്ന് നോക്കണം നിങ്ങൾ, ഈ സംഗതികൾ ഇവിടെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതായത് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ് ഇവിടെ മുഴുവനായിട്ട് വരിക. അപ്പോൾ ഈ ഒരു കേന്ദ്ര ഫണ്ട് അനുവദിച്ച് ആ ഫണ്ട് വന്നതിന് ശേഷം മന്ത്രിമാർ മുതൽ ആരെ ഞാൻ വിടുന്നില്ല, മന്ത്രിമാർ മുതൽ ഇങ്ങ് താഴെക്കടൽ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പണിയെടുക്കുന്ന കോൺട്രാക്ടർ വരെ ഇതിൻ്റെ അകത്തുനിന്ന് മുക്കി നക്കി തിന്നതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ പൊതുജനങ്ങൾക്ക് റോഡായിട്ട് ഇവർ കൊടുക്കത്തുള്ളൂ. ആ റോഡാണ് നിങ്ങൾ ഈ കാണുന്നത് 100 കോടി രൂപയുടെ പ്രൊജക്റ്റ്. നോക്കുക നിങ്ങൾ, 100 crore പ്രൊജക്ടർ. ഇതാണ് 100 കോടി രൂപ കൊണ്ട് ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന റോഡ്. ചിന്തിച്ച് നോക്കി നിങ്ങൾ. ഇത് പിന്നെ നിങ്ങളുണ്ടല്ലോ വേറൊരു കാര്യം, ഇതിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ആത്മരോഷം കൊള്ളണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ കിടക്കുന്ന ഫണ്ട്, ഈ നഷ്ടപ്പെട്ടു പോയ ഫണ്ട് നമ്മളുടെയും കൂടി ഫണ്ടാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു നോർത്ത് ഈസ്റ്റ് സൈഡിലൊന്നും എന്താ പറയുക, ഇവർക്ക് ടാക്സ് ഇല്ല, ഇവർക്ക് എന്താ പറയുക ഇൻകം ഇല്ല. ഇവർക്ക് ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിലോട്ടൊന്നും കൊടുക്കാനായിട്ട്
പ്രത്യേകിച്ച് ഇൻകം സോഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓരോ ചെറിയ ചെറിയ പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ എന്താണ്? നമ്മളുടെ നാട്ടിൽ നിന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ അടുത്തായിട്ട് അങ്ങനെ ഒരു കണക്ക് പുറത്ത് വിട്ടിട്ടുണ്ട്. അത് എത്ര കറക്റ്റായിട്ടാണെന്ന് നിങ്ങളൊന്ന് ഓർക്കുക. അതായത് നമ്മളുടെ കയ്യിൽ നിന്നും 100 രൂപ കേരളത്തിൻ്റെ അടുത്തുനിന്ന് ടാക്സ് പിരിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് റിട്ടേൺ തരുന്നത് എത്രയാണ്? 30 രൂപ 25 രൂപ സംതിങ്, അങ്ങനെ ഒരു കണക്കാണുള്ളത്. തമിഴ്നാടിന് കുറവാണ്. ഏറ്റവും കുറവ് കിട്ടുന്നത് മഹാരാഷ്ട്രയ്ക്കാണ്. അപ്പം ആ ഒരു രീതിയിൽ പിടിക്കുന്നത്. അതായത് അന്നേരം ഇപ്പം ഈ ഒരു നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, 100 രൂപ പിടിച്ചിട്ടുണ്ടെങ്കിൽ 400, 500, 600 രൂപ, അതായത് എക്സ്ട്രാ ആണ് ഇവർക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ടാക്സ്, നമുക്ക് കിട്ടാതെ പോകുന്ന ടാക്സ് എമൗണ്ട്, നമുക്ക് റിട്ടേൺ വരാത്ത ടാക്സ് എമൗണ്ടുകളൊക്കെ ചിലവാക്കുന്നത് ഇവിടെയാണ്. അത് നല്ല രീതിക്ക് ചിലവാകുവാണെങ്കിൽ നമുക്ക് ഒരു സങ്കടവുമില്ല. പക്ഷേങ്കിൽ കണ്ടില്ല നിങ്ങൾ, 100 കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഈ കിടക്കുന്നത്. എനിക്കിത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് വലിയ സങ്കടമായിപ്പോയി. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ഗൾഫിലൊക്കെ പോയി കിടന്ന് പട്ടിണി ആ ഒരു രീതിയിൽ പണിയെടുത്ത് സ്വന്തം ഫാമിലി, അതായത് ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ പോകും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന എപ്പോഴാണ്? ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ. അവൻ്റെ നല്ല കാലം മുഴുവൻ കൊണ്ടുപോയി കഷ്ടപ്പെട്ട് അത് നാട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ അകത്തുനിന്ന് ടാക്സ് പിടിച്ച് അത് ഇവിടെ കൊടുക്കുമ്പോൾ ഇതാണ് അവസ്ഥ. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിലെ ഇപ്പം ആരെങ്കിലും ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. എനിക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റും എന്നുള്ളത് മാത്രമാണ്, മറ്റൊന്നും പറ്റില്ല. കാരണം ഫണ്ട് അനുവദിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ആ ഫണ്ട് കറക്റ്റായിട്ട് വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഈ ക്യാഷ് മുടക്കുന്നവൻ്റെയും കൂടി, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പൈസയാണ്. അപ്പം ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ സാലറിയും ഒക്കെ കൊടുത്ത് ആൾക്കാരെ ഇങ്ങനെ നിർത്തിയേക്കുന്നത്. ഇവിടെ ഈ ഒരു കറപ്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വൻ ഭീകരമായ രീതിയിൽ, പ്രത്യേകിച്ച് ഈ പൊതു ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ കാര്യത്തിലും ഉണ്ട് കേട്ടോ. അതൊന്ന് പ്രത്യേകമായിട്ട് ഒന്ന് നോട്ട് ചെയ്യണം. അല്ലെങ്കിൽ വെറുതെ ആകുമ്പോൾ ഇത്രയും ഫണ്ടൊക്കെ കൊടുക്കുന്നതൊക്കെ വെറും വേസ്റ്റ് മാത്രമോ. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പണി നടക്കുന്നു എന്ന് പറയുന്നത് BROയുടെ അണ്ടറിലുള്ള, കാരണം അത് അറിയാമല്ലോ നിങ്ങൾക്ക്, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അണ്ടറിലുള്ളതാണ്. അവർക്ക് എന്തായാലും മിലിറ്ററിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് റോഡുകൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് റോഡ് പണിതേ പറ്റത്തുള്ളൂ. അപ്പം ആ മേഖലയിൽ എനിക്കറിയില്ല അവിടെ അഴിമതി നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്, എങ്കിലും കാണാനുണ്ട്, നമുക്ക് റോഡ് കാണാനുണ്ട്. ഇത് നോക്കുമ്പോൾ 100 കോടിയുടെ റോഡാണ്. ഇത്ര ദൂരെ ഞാൻ ഓടുന്നത്, 100 കോടിയുടെ റോഡ് ഓടിക്കുന്നൊരു വിലയില്ല ഇവിടെ. എൻ്റെ അമ്മോ, അത് ഇറങ്ങി വന്ന് ഭയങ്കര കഷ്ടപ്പെട്ടാണ്. വണ്ടി ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലേ താഴെ കൊക്കയിലോട്ടാണ് പോവുക. കല്ലുകളാണെങ്കിൽ ഇട്ട കല്ലിങ്ങനെ ചെതറിത്തെറിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത്. റിസ്ക്കാണ്, ഹെവി റിസ്ക്കാണ് കേട്ടോ ഈ ഒരു റൂട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത്. നമ്മൾ വന്ന വഴി അതിൽ റിസ്ക് ആയിരുന്നു, അത് വേറെ കാര്യം. ഇത് പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക, കുറേ അധികം കിലോമീറ്റർ, 100 കിലോമീറ്റർ അടുപ്പിച്ചോളം നമുക്ക് കുറവ് കിട്ടും. അതുകൂടാതെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു 8 മുതൽ 12 മണിക്കൂർ റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് വേണ്ടത് ഈ സാധനം ശരിക്കും ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ സംഗ്രാം എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിച്ചേരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് സ്ഥലത്തേക്ക് ടാർ ചെയ്തിട്ടുണ്ട്. ചിന്തിക്കണം, പക്ഷേ 100 കോടിയുടെ ടാറിങ്, 100 കോടി അത് പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് തീർന്നു. ഇനിയിപ്പോൾ വീണ്ടും റോഡിൻ്റെ അവസ്ഥ പഴയ പോലെ ആയി ഫ്രണ്ട്സ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ഭാഗത്തേക്ക്, ഈ ഒരു ദാമിൻ വില്ലേജിലോട്ടൊക്കെ വരുന്ന ആദ്യത്തെ റൈഡറും ആദ്യത്തെ യൂട്യൂബറും പിന്നെ അച്ഛന്മാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ റോഡ് പണിയുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്നും അല്ലാതെ ഒരു ടൂറിസ്റ്റായിട്ട് കേരളത്തിൽ വരുന്ന ഒരാളും നമ്മളാണ് കേട്ടോ, നമ്മളുടെ ഫാമിലിയാണ്. അപ്പോൾ അതിൽ നമുക്ക് അഭിമാനിക്കാം. എൻ്റെ അമ്മേ, ഇതൊക്കെ എന്ത് റോഡാണിത്! എന്നാലും എൻ്റെ 100 കോടിയുടെ പ്രൊജക്റ്റ് നിന്നെ നമിക്കുന്നു, ഞാൻ നമിക്കുന്നു. എൻ്റെ അമ്മേ, വൻ സീനാണ് കേട്ടോ. ഓ നീച്ച നെയ്യേ. ഇവിടെ ഒരു ലോറി ചേട്ടൻ കയറാൻ പറ്റാണ്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് റോഡ് മോശമാണ്. താഴോട്ട് എത്തുമ്പോഴത്തേക്കും പിന്നെ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛനും പറഞ്ഞായിരുന്നു കുറച്ച് സ്ഥലം മോശമുള്ള ഭാഗമുണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഓക്കെ ഭയ്യ, താങ്ക് യു. എന്തൊക്കെയാണെന്നറിയാം, കഷ്ടപ്പെട്ട് ആ സമയത്ത് കയറി വന്ന വണ്ടിയാണ് കേട്ടോ.
കാരണം താഴെ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടി പോലും കിട്ടില്ല. കാരണം കൊക്കയല്ലേ, ബ്രേക്കാണെങ്കിൽ പിടിക്കാനും പറ്റത്തില്ല, കാരണം ഉരുളങ്കല്ലല്ലേ. റീസെൻ്റായിട്ട് ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച. നമ്മുടെ ദാമിൻ വില്ലേജിൽ തന്നെയുള്ള അതാണ്. അപ്പോൾ അവരുടെ വണ്ടി ഈ ബൊലോറോ ടൈപ്പ് വണ്ടിയില്ല, അതായിരുന്നു. അത് 4x4 അല്ല, മറ്റേ 2x ഇത് വണ്ടി. നമ്മൾ നേരത്തെ മേലെ ഇറങ്ങി വരുമ്പോൾ ഞാൻ കാണിച്ച ആ ഒരു ഒന്നിൻ്റെ ഭാഗമില്ലേ, അവിടെ മേലോട്ട് കയറിയപ്പം വണ്ടി കയറിയില്ല, പകുതിക്ക് നിന്ന് പോയി. പകുതി കുറച്ചങ്ങ് മേലെ എത്തിയപ്പോഴത്തേക്കും വണ്ടി പിന്നെ ബ്രേക്ക് പിടിച്ച് കിട്ടില്ല, വണ്ടി നിരങ്ങി താട്ടുപോയി. അപ്പോൾ അവർ 4 പേര് വണ്ടിയിലുണ്ടായിരുന്നു. അതിൽ ബൈക്കിലുള്ളവരും ആ ഡ്രൈവറും ചാടി. പക്ഷേ പുള്ളിക്കാരൻ്റെ വൈഫുണ്ടായിരുന്നു, വൈഫിന് ചാടാൻ പറ്റിയില്ല. പുള്ളിക്കാരി നമ്മുടെ ഇടത് ഭാഗത്ത് കാണുന്ന കൊക്കയിലോട്ട് തെന്നി വീണ് പോയി, അവിടെ തന്നെ മരിച്ചു പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അതായത് അത്രയ്ക്ക് ഡേഞ്ചറാണ്. 4 വീല് കൊണ്ട് വരുന്നവരെ അത്രയ്ക്ക് ഡേഞ്ചറാണ് ഈ ഒരു ഭാഗം. അവിടെ പോയ ആൾ പോയി എന്ന് കൂട്ടിയാൽ മതി. കണ്ടില്ല നിങ്ങൾ ഇത്? നിങ്ങൾക്ക് ടി വിയിലും ക്യാമറയിലൊക്കെ കാണുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഭീകരത മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭീകരത കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വണ്ടി എടുത്ത് ഈ ഭാഗത്തോട്ട് വന്നാൽ മാത്രം മതി കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, റോഡ് കട്ട് ചെയ്തേക്കുന്ന ഒന്നും ശാസ്ത്രീയമായ രീതിയിലല്ല, വെറും കുത്തനെ അങ്ങ് കട്ട് ചെയ്ത് കയറ്റുക, ഒറ്റയടിക്ക് വളച്ചെടുക്കുക, അങ്ങനെയൊക്കെയാണ്. ശരിക്കും വലിയ വണ്ടികൾ അല്ലെങ്കിൽ മാക്സിമം വണ്ടികളൊക്കെ കയറി വരണമെങ്കിൽ അതുപോലുള്ള കട്ടിങ്ങുകൾ കൊണ്ടൊന്നും സാധിക്കില്ല. കറക്റ്റ് അതിനൊക്കെ ഒരു ഇത്ര ഡിഗ്രി ചെരിവേ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മര്യാദയ്ക്ക് വണ്ടികൾ വരുള്ളൂ. ഇത് വേസ്റ്റാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ റിസ്ക് ഒക്കെ എടുത്തിട്ട് ആളുകൾ വരിക എന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ വണ്ടികളൊന്നും വരാൻ മാത്രമുള്ള ഗുണമൊന്നുമില്ല. അത്രയും രൂപ വെറുതെ നശിപ്പിച്ച് കളിയാന്നല്ലാണ്ട്. ഇനിയിപ്പോൾ ആദ്യമേ ഇങ്ങനെ റോഡ് വെട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല റോഡ് വെട്ടുമായിരിക്കും. എൻ്റെ അമ്മ, ഇതൊക്കെ നമുക്ക് ഇറങ്ങിപ്പോണ്ടോ വഴികൾ. അങ്ങനെ അത്യാവശ്യം പ്രശ്നബാധിത മേഖലയിൽ നിന്ന് ഇറങ്ങി നമ്മളുടെ കുമേ നദി ഒഴുകുന്നുണ്ട്. ഇനിയിപ്പോൾ കുമേ നദിയുടെ സൈഡ് വഴിയാണ് നമുക്ക് പോകാനുള്ളത്. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് തുടങ്ങുന്ന കുറച്ച് ബ്ലാക്ക് ടോപ്പൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ടാറിക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ സാധനമൊക്കെ പൊളിഞ്ഞു പോകുക, വെറും ചരൽ മാത്രമായിട്ട് പല സ്ഥലങ്ങളിലും മാറും. എങ്കിലും ഇത്രയെങ്കിലും ചെയ്തല്ലോ. അപ്പോൾ ഇനി കുമേ നദിയുടെ സൈഡ് പിടിച്ച് പോകുമ്പോൾ ഞാൻ വിചാരിച്ച് കുറഞ്ഞങ്ങൾ ഈസി ആകുമെന്ന്. പക്ഷെ അത്ര ഈസി ഒന്നുമല്ല. ഇവിടെയൊക്കെ ചെളി മാത്രമാണ് റോഡിലുള്ളത് കേട്ടോ. ഈ ഡിസംബറിൽ ഈ വഴി വെട്ടുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ ആളുകൾ, ഇവിടെ ഒരു പുതിയ പാലം വന്നേക്കുന്നത്, പുതിയതാണ്. ആളുകൾ പോയിക്കൊണ്ടിരുന്നത് കണ്ടല്ലോ, അവിടെ ഒരു തൂക്കുപാലം ഉണ്ട്. ആ തൂക്കുപാലം വഴി നടന്നാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു മിഥുൻ ഫാമിലിയെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു മിഥു കൊച്ച്, അത് മിഥു അച്ഛനാണോ മിഥു അമ്മയാണോ എന്തോ, നല്ല രസമുണ്ട് കേട്ടോ. ബാവ്. അയ്യോ, ഒടുവിലുണ്ടല്ലോ നമ്മൾ നെറ്റ്വർക്കൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് വന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഞാൻ തിരിച്ച് വന്നു എന്നുള്ളത് പറയാനായിട്ട്. ശരിക്കും വല്ലാത്തൊരു കുറേ നാൾ ഈ നെറ്റ്വർക്കൊന്നും ഇല്ലാതെ നിന്നിട്ട് പിന്നീട് നെറ്റ്വർക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു രസമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ആ ഒരു അനുഭവം തീർച്ചയായിട്ടും അനുഭവിക്കണേ. നമ്മളൊരു ടൗണ് പോലത്തെ ഏരിയയിലേക്ക് എത്തി. എനിക്ക് തോന്നുന്നത് ഇതാവണം പാസിപ്പർലോ എന്ന് പറയുന്ന ടൗണ്. ഇത് തന്നെയാണോ? കാരണം ഇവിടെ ബോർഡൊന്നും ഇല്ല കേട്ടോ. എവിടെയും അങ്ങനെ വെൽക്കം കാണിച്ചിട്ടോ അങ്ങനെയൊന്നും എഴുതിയിട്ടൊരു ബോർഡും കാണാനില്ല. ഇവിടെ നിന്നും വലത്തേക്ക് പോയി ഇടതു തിരിഞ്ഞ് പിന്നെ ഒരിക്കലും ഇടത്ത് തിരിയാൻ പാടില്ല. എങ്ങനെയാണ് പറഞ്ഞത്? യെസ്, ഇത് തന്നെയാണ് കേട്ടോ പാസിപ്പർലോ. ഗവൺമെൻറ് സെക്കൻഡറി സ്കൂൾ പാസിപ്പർലോ. യെസ്, ഇവിടെ എത്തിയപ്പോൾ വീണ്ടും കൺഫ്യൂഷനായി. പക്ഷേ ഇവിടെ ഒന്നും ഷോപ്പിലൊന്നും ആരുമില്ല കേട്ടോ ഒരു സംശയം ചോദിക്കാനായിട്ട്. ഇടത്തോട്ട് റോഡ് പോകുന്നുണ്ട്, വലത്തോട്ടും പോകുന്നുണ്ട്. വലത്തോട്ട് കയറാം. പുള്ളിക്കാരി അവിടെ നിന്ന് ഞാൻ താഴ്ന്നു വെച്ചപ്പം ഇടത്ത് തിരിയണ്ട എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. കാരണം കറക്റ്റ് ഭാഷയൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ഹിന്ദി പ്ലസ് ഇവിടുത്തെ ഭാഷയൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇതിനായാൽ മതിയായിരുന്നു. ഇവിടെയൊക്കെ റോഡ് ജസ്റ്റ് വെട്ടിയിട്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ മലയുടെ മേലെ നിന്നുണ്ടല്ലോ താഴോട്ട് നോക്കുമ്പോൾ അവിടെ നമ്മൾ ഇടത്തോട്ട് റോഡ് കണ്ടല്ലോ. ആ റോഡ് ഇങ്ങനെ അത്യാവശ്യം കുറച്ച് നല്ല വഴി അങ്ങനെ ആ പുഴയുടെ സൈഡ് വഴി പോകുന്നുണ്ട്. എനിക്ക് നല്ല സംശയമായി ഇപ്പോൾ ഇത് തന്നെയാണോ സംഗ്രാമം അതോ ആ വഴിയാണോ എന്നുള്ളത്. പക്ഷെ ഇവിടെ അവിടെ മാറി ചോദിക്കാനായിട്ട് നമുക്കൊരു സ്ഥലം ചോദിച്ച് ക്ലിയർ ആക്കാൻ വേണ്ടി കാണാനില്ല. അതായത് ഒരാളെ കാണുന്ന ദൂരം വരെ നമുക്ക് എന്തായാലും പോയേ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി അഥവാ ഇത് തെറ്റാണെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്ന വഴി മുഴുവൻ തിരിച്ചിറങ്ങണം. അതിലൊരു ബൈക്ക് ഇരിപ്പുണ്ട്. ബൈക്കിന് ആൾക്കാരെല്ലാം അവരുടെ ഈ കാടൊക്കെ, ഞാൻ പറഞ്ഞില്ല കാടെല്ലാം ഇവരുടെ സ്വന്തമാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ കൃഷിയിടമൊക്കെ ഉണ്ടാവും.
അപ്പോൾ അവിടെയൊക്കെ പോയി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ? ഇത് ആരോടെ ഇപ്പം ചോദിക്കാം. പക്ഷെ വീട്ടിലും ആരുമില്ല, എല്ലാവരും പൊട്ടിപ്പോയി. എല്ലാത്ത കുരുക്കായി പോയല്ലോ. ഹലോ, കോയി ഹേ? കോഴിയില്ല, പൂച്ചയില്ല. ഓ എൻ്റെ പോലെ ഒരു വണ്ടി വരുന്നുണ്ട്. ആ പുള്ളിക്കാരനോട് ചോദിച്ചു നോക്കാം. ഒരു രക്ഷയില്ല, മാപ്പിലൊന്നും ഇല്ല. ഒന്നാമത്തെ കാര്യം മാപ്പിൽ ഈ ഒരു സ്ഥലങ്ങൾ തന്നെയില്ല. ഇതിൻ്റെ റോഡ് എവിടെ? संग्राम जाने का रास्ता कौन सा है? संग्राम? हाँ, संग्राम तो ऊपर से है, वहाँ से। ऊपर से है? सेम मोबाइल में नहीं दिख रहा है। ना, मोबाइल में रास्ता नहीं है ना. अब इस तरफ से कहाँ से है? मैं वो दामिन से आ रहे. हाँ, संग्राम तो इस तरफ से जाते हैं, आगे से ना। आगे से? हाँ, आगे में। आगे से लेफ्ट और राइट किधर, कौन सा रास्ता है? आप अभी यहाँ में नीचे में बस्ती में नया है ना। बस्ती बनाया है. आप अभी किधर से आ रहे? अभी तो हम फिलहाल वो ऊपर बस्ती से आ रहे हैं। ऊपर बस्ती से. പുള്ളിക്കാരൻ പറഞ്ഞുണ്ടല്ലോ, പുള്ളി ഇവിടെ പുതിയതായിട്ടാണ്, പുള്ളി ആസാംകാരനാണ്. അപ്പോൾ പുള്ളിക്ക് കറക്റ്റ് വഴി അറിയത്തില്ല. ഫോണിലാണ്, മാപ്പിലാണ്, ഇതുമില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇതുവഴി ഇങ്ങനെ നേരെ പോയി ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോഡെത്തും. അവിടെ വില്ലേജ് ഉണ്ട്, അവിടെ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും എന്നാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും പോകാമെന്നല്ലാണ്ട് അല്ലേ. 4 കിലോമീറ്ററിന് 4 കിലോമീറ്റർ. എണ്ണ നിങ്ങൾക്കറിയാലോ, എണ്ണ നമുക്ക് വളരെ കുറവാണ്, അത് ലിമിറ്റഡാണ്. എല്ലാം കൊണ്ടും യാത്ര എൻ്റെ പൊന്നളി വൻ അഡ്വഞ്ചറായി മാറുന്നുണ്ട്. എണ്ണ തീരുന്നതിന് മുമ്പ് അങ്ങ് എത്തിയാൽ മതിയായിരുന്നു. ഒരു ചേട്ടൻ വരുന്നുണ്ട് കൊച്ചിനെ കൊണ്ട്. संग्राम जाने का रास्ता यही है क्या? संग्राम यही है ना, सीधा है ना? अच्छा अच्छा. आपका क्या खाया? मैं केरल से आ रहे, यूट्यूबर है. अच्छा, कितना दूर है मेन रोड इधर से? मेन रोड आपका यहाँ से जाने से अभी दो घंटा में पहुँच जाएगा क्या? 2 घंटा में? ये रास्ता डायरेक्ट संग्राम जा रहे हैं क्या? संग्राम ने यहाँ में वो इसमें 2 रास्ता है ना. हाँ. एक जो सीधा नहीं जाना है, लेफ्ट साइड वाला जो वो वहाँ में रेस हाउस एक तो बनाया होगा ना, हाँ, वहाँ से लेफ्ट साइड नामना है. लेफ्ट साइड जाना चाहिए. लेफ्ट साइड. ओके ठीक. राइट साइड जाने से आप कॉलोनी निकल जाएगा. ओह अच्छा अच्छा अच्छा. ओके, थैंक यू. आपका कैमरा लगा हुआ है क्या? हाँ ये हाय. क्या नाम है? व्हाट्स योर नेम? ആ ഓക്കെ. ഓക്കെ, എന്തായാലും വഴി തെറ്റിയിട്ടില്ല കേട്ടോ. ആ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമായി. എനിക്ക് ഇത്രയും എണ്ണ കത്തിച്ച് കയറി വന്നത് കയറി ചെന്ന് കുറച്ചങ്ങ് ചെല്ലുമ്പോൾ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ പണി നടക്കുന്നുണ്ട്. അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ പോയിട്ട് നമ്മളുടെ കൊളോറിയാങ് എന്ന് പറയുന്നത്, നമ്മൾ പോയ സ്ഥലം ഓർമ്മയില്ല നിങ്ങൾക്ക്? പഴയ വീഡിയോ കണ്ട ആൾക്കറിയാം. ആ റോഡിൽ അങ്ങോട്ടേക്ക് എത്തും. അങ്ങോട്ട് പോകേണ്ട ഇടത് സൈഡിലോട്ട് പിടിക്കണം. അപ്പോൾ നമ്മൾ നമ്മളുടെ സംഗ്രാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും. ലംഗ്ബങ് വില്ലേജ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കയറി, മല കയറിയ മോശം റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഹായ് മിഥുമോൻ, നമ്മളുടെ കൊളോറിങ് റോഡ് അത്ര വലിയ മോശം റോഡല്ല കേട്ടോ. മിഥുമോനെ ഡുക്കുടിച്ചു. ആ ഓക്കെ, ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഇത് ടാറ്റ റോഡ് ആവണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഇവിടെ ഇതിൻ്റെ മലയുടെ ടോപ്പിൽ ടാറ്റ റോഡ് കാണുന്നുണ്ട് കേട്ടോ. നമുക്കിനിപ്പോൾ തിരിയാനുള്ളൊരു ഡീവേഷൻ ഉണ്ട്. ആ ഡീവേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണേ. ഡീവേഷൻ ഓർത്ത് വെച്ചില്ലെങ്കിൽ ഒരു ദിവസം എക്സ്ട്രാ നമ്മൾ ഓടേണ്ടി വരും. യെസ്, നമ്മളൊരു ജംഗ്ഷനിലെത്തി. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയാലാണ് എന്ന് തോന്നുന്നു കൊളോറിയാങ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബോർഡുണ്ട്, റോഡ് ഫ്രം നിബി ടു ഹിബ. ആ വഴി കയറി പോകണമെന്ന് അവിടെ നിന്ന് നമ്മളോട് ജോമോനച്ചൻ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം ഈ വഴി തന്നെ ആയിരിക്കണം നമുക്ക് പോകേണ്ട വഴി. ഇവിടെ നിന്ന് ചോദിക്കാനൊന്നും ആരുമില്ല കേട്ടോ. പിന്നെ ഗൂഗിളിനോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. നമ്മുടെ മീനുക്കുട്ടിയുടെ മൈലേജും ഇതാ ഈ ഒരു വഴിയൊക്കെ കാരണം 32.6 കിലോമീറ്റർ പെർ ലിറ്ററിലായിട്ട് ചുരുങ്ങി കേട്ടോ. വേറെ കുച്ചയ്ക്കാ ठंडा है. ठंडा कुछ यही है. ठंडा अंदर क्या ये माउंटेन टावर है, उसमें लीची है, ഓക്കെ. ड्यू है, पेप्सी है, ये കുറച്ച് मॉन्स्टर है. എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോവാം. നമ്മൾ കുറേ നേരമല്ലോ കാട്ടിക്കൂടി ഓടുന്നു. ഒരു വീട് പ്ലസ് അതുപോലെ തന്നെ ഒരു കടയും കൂടിയുള്ള സെറ്റ്. ഇവിടേക്ക് അങ്ങനെയുള്ള കാടിൻ്റെ അവിടേക്കായിട്ട് ചെറിയ ചെറിയ ചില പരിപാടികളുണ്ടാവും. അവിടെ നിന്ന് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചിട്ട് പോയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. अच्छा बढ़िया. नमस्ते.
എല്ലാവർക്കും അത്ഭുതമാണ് കേട്ടോ. ഇവിടെ പെട്രോളുണ്ട്, പെട്രോൾ എടുക്കണം. ആണ് കേട്ടോ ഇവരുടെ വീട്. ഇതാ ഇവരുടെ വീടിനോട് ചേർന്നിട്ടൊരു കുട്ടി കടയുണ്ട്. മരം കൊണ്ട് തന്നെയാണ്, കാരണം കാട്ടിലെ വീടാണല്ലോ, മരം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൂടാതെ ഇതാ താഴെ കൂടി ചെറിയൊരു കുട്ടി അരി ഒഴുകുന്നുണ്ട്. വലിയ കൊക്കയാണ് കേട്ടോ ഇവിടെ ഇവർ ഇരിക്കുന്നതൊക്കെ. നൈസ്. ഞാൻ ഇവിടെ വന്ന് ഇവരോട് ചോദിച്ചു വീട് ഞാനൊന്ന് കയറി കണ്ടോട്ടെ എന്നപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന്. അപ്പോൾ ഇത് ഇവിടുത്തെ രീതിയാണ്. ये सब्जी बनाते हैं ना? ये सब्जी है. നമ്മളുടെ ഈ ഇത് എന്തത് നമ്മളുടെ എന്താ പറയുക മത്തങ്ങയുടെ അല്ല, ഇത് ഇവർ ബോയിൽ കറുത്തായനാ ബോയിൽ. ഓക്കെ. ഇതാ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാം. ഇവിടെ കയറി കഴിയുമ്പോൾ ദിസ് ഈസ് അവരുടെ വീടിൻ്റെ ഉൾഭാഗം. ഓ, കോഴിയൊക്കെ കരയുന്നുണ്ടല്ലോ. ഫുള്ള് ബാമ്പ് തന്നെയാണ്. ഇതുണ്ടെങ്കിൽ ബാമ്പ് നിലത്ത് നമ്മൾ അവിടെയൊക്കെ കണ്ട വീടുകളുടെ അതേ രീതി തന്നെ, കാടായതുകൊണ്ട് മൊത്തം മരം കൊണ്ട് തന്നെ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അടുക്കളയും എല്ലാം ഒരുപോലെ തന്നെ കേട്ടോ. ഇവിടെ കഴിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവരുടെ അടുക്കളയിൽ നിന്ന് വല്ലതും ചോദിക്കണം. എന്താ ഇവിടെ ഇവരുണ്ടല്ലോ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ തണുപ്പിക്കുന്നത്. നല്ല മലയിൽ നിന്ന് വരുന്ന നല്ല തണുത്ത വെള്ളമല്ലേ, അതിൻ്റെ അകത്താണ്. ഓ, ബിയറൊക്കെ ഉണ്ട് കേട്ടോ. ബിയറെല്ലാം തണുപ്പിച്ച് കിട്ടും നമുക്ക്. നൈസ്, കൊള്ളാം, നല്ല സ്ഥലം. കേട്ടല്ലോ. ഇതാ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവരുടെ ലോക്കൽ ബക്രിയാണ്, ബക്രിയുടെ കറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് തന്നിട്ടുണ്ട്. ഓ, പയലഞ്ചോന നന്ദിന്ന് ഞാൻ പറഞ്ഞതാണ്. ജംഗിൾ ബക്രിയെ. അച്ഛാ അച്ഛാ. അവരോട് ബൈ പറഞ്ഞ് ദാ നമുക്ക് വീണ്ടും യാത്ര തുടരാം. അവർ പറഞ്ഞത് ഇനിയിപ്പോൾ റോഡ് വലിയ മോശമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടാർ റോഡുണ്ട്, അത് കഴിഞ്ഞിട്ട് കുറച്ച് മൺ റോഡ് അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രശ്നങ്ങളില്ലാത്ത റോഡുകളാണെന്നാണ് പറഞ്ഞത്. കണ്ടില്ല നിങ്ങൾ എത്ര സ്നേഹമുള്ള ആളുകളാണ്. നമ്മളിത് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് അതിനിടയ്ക്കുണ്ടല്ലോ അവരതിന് ശേഷം ഒരു കിളീനെ കാട്ടിൽ നിന്ന് പിടിച്ചൊരു കിളിയാണ്, അതിനെ ചുട്ടു കൊണ്ടുവന്ന് തന്നു. ഞാൻ പറഞ്ഞു അവർ കഴിച്ചിട്ടില്ല, എനിക്കറിയാം അവർ കഴിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വയറ് പറഞ്ഞു, നിങ്ങൾ കഴിച്ചോളം പറഞ്ഞു. അങ്ങനെ അവരും അത് കഴിച്ചു കേട്ടോ. ഞാനത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഇവിടെ എത്തിയ ആ ഒരു സമയത്തുണ്ടല്ലോ, ഞാൻ കറക്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ യാത്രകൾ എപ്പോഴും ലൈവ് അപ്ഡേറ്റ് ലഭിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കുണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ബാക്ക് പാക്കർ സുധി എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കിടപ്പുണ്ട്, അതിൻ്റെ ലിങ്കെല്ലാം. അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ലൈവായിട്ട് നമ്മുടെ യാത്രയുടെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും കേട്ടോ. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഫോളോ ചെയ്യുമോ. ആ ഒരു മല ഇറങ്ങി താഴെ എത്തുമ്പോഴത്തേക്കും ഇത് കണ്ടെങ്കിൽ നമ്മളുടെ ഇതാണ് കുറും നദി കേട്ടോ. നമ്മുടെ കൊളാറിയാങ് സൈഡിൽ നിന്ന് അതിങ്ങനെ ഒഴുകി വരുന്നതാണ്. അത് ഒഴുകി ഇനിയിപ്പോൾ നേരെ സംഗ്രാമിൽ ചെന്ന് നമ്മളുടെ കുമേ നദിയായിട്ട് യോജിച്ച് ഇതിങ്ങനെ ഒരുമിച്ചങ്ങ് ഒഴുകുവേ. ഈ കുറും നദിയുടെ പ്രത്യേകത കണ്ടോ നിങ്ങൾ, ഫുള്ള് കറുത്ത് കരിയോയിൽ കണക്കിനാണ് ഈ കുറും നദി ഒഴുകുക. ഈ രണ്ട് നദികളുടെയും പേര് ഒരുമിച്ചിട്ടിട്ടാണ് കുറുങ്കുമ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഈ ഒരു ജില്ലയ്ക്ക് തന്നെ പേര് വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു ഐതിഹ്യം കൂടിയുണ്ട് ഇവരുടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറും എന്ന് പറയുന്നതും കുമ എന്ന് പറയുന്നത് രണ്ട് പെൺകുട്ടികളാണ്. ഇവിടുത്തെ ഒരു രാജാവിൻ്റെ പെൺകുട്ടികളാണ്. അപ്പം ഈ കുറുമാണ്, ഈ കറുത്ത് കിടക്കുന്നില്ലേ, കുറുമാണ് മൂത്തയാൾ, കുമയാണ് മറ്റേ കുറച്ച് നല്ല കളറിൽ നമ്മൾ അപ്പുറേന്ന് ഒഴുകുന്ന കണ്ടില്ലായിരുന്നോ, കുമയാണ് ഇളയാൾ. അപ്പം കുറും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശാഠ്യക്കാരിയും ഭയങ്കര കുഴപ്പക്കാരിയും ആൾ കുറച്ച് തരികിടയാണ്. പക്ഷേ കുമയെന്ന് പറയുന്നത് വളരെ ശാന്തസുന്ദരി, ശാലീന, അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറുമിനെ ഒരു കല്യാണം കഴിച്ചു കൊടുത്തു, കുമയ്ക്ക് ഒരു കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പം കുറുമിനെ ഈ കുമയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് നല്ല വരൻ, ഭയങ്കര സുന്ദരനും സുമുഖനും വലിയ ഇതൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരനെയാണ് ഇഷ്ടപ്പെട്ടത്, കുറുമിൻ്റെ വരനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ കുറും എന്ത് ചെയ്തു, ഇവരെ ഈ കുമെ അപ്പുറത്തെ വഴി ഒഴുകുമ്പോൾ കുറുമിത ഇതുവഴി ഇങ്ങനെ ഒഴുകി വരികയാണ്. എന്നാലിപ്പോൾ ഇവരെ കല്യാണത്തിന് ശേഷം തിരിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ കുറുമ് വളരെ വേഗത്തിൽ മലയൊക്കെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ താഴേക്ക് ഒഴുകി വന്നു ഈ കുമേനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒഴുകി വന്നത് മൂലമാണ് ഈ കുറും നദിക്ക് ഈ കറുപ്പ് കളർ വന്നേക്കുന്നത്. പിന്നെ പുള്ളിക്കാരുടെ ഈ ശാഠ്യം, വാശി, പൊക്കത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ കറുപ്പ് കളറ് എന്നാണ് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പണ്ട് പഴയ മുത്തശ്ശന്മാർ പറഞ്ഞു വന്നിരുന്ന കഥ അങ്ങനെയുള്ളതായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്, രസകരമല്ലേ? കഥയിൽ മാത്രമല്ല അല്ലാതെയും ഈ കുറും നദി ആളൊരു കുറുമ്പ് എന്ന ഒരു കുറുമ്പിയാണ്. കാരണം കഴിഞ്ഞ മഴയ്ക്ക് ഒരു 6ഓളം ബ്രിഡ്ജുകളാണ് ഈ കൊളോറിങ് ഡാമിങ് റൂട്ടിലുള്ളത് കുറും നദി എടുത്തുകൊണ്ട് പോയത്. അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെയൊക്കെ എന്താ പറയുക, അതിന് തീരത്തുള്ള ആളുകളെയൊക്കെ കൊല്ലുന്ന കാര്യത്തിലൊക്കെ ഈ കുറും നദിയിൽ വീണ ആളുകൾ മരിക്കുന്നത് പതിവാണ്. അപ്പോൾ കുറും നദി ഒരു നെഗറ്റിവിറ്റിയുടെ കൂടി പ്രതീകമായിട്ടാണ് ഇവർ കാണുന്നത്. ഫൈനലി നമ്മളിതാ അങ്ങനെ മെയിൻ ഹൈവേയിലോട്ട് വന്ന് കയറി. ഇതാണ് സംഗ്രാം സൈഡ്. ഈ റോഡ് നേരെ നമ്മളുടെ
എന്താ പറയുക ഇറ്റാനഗറിലേക്കൊക്കെ പോകുന്ന റോഡാണ് NH13 കേട്ടോ. നമ്മുടെ സംഗ്രാം ടൗൺ ഉണ്ടെങ്കിൽ ദിസ് ഈസ് സംഗ്രാം. ഇതാണ് സംഗ്രാം ടൗൺ. നൈസല്ലേ? അപ്പം ഓക്കെ, താങ്ക് യു. ഇതാണ് സംഗ്രാമിലുള്ള ആളുകൾ. ഇവരെല്ലാം നമ്മുടെ വണ്ടിയൊക്കെ കണ്ടിട്ട് അവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എത്രയും ദൂരം നമ്മൾ വരുന്നുണ്ട്. പിള്ളേരെല്ലാം ഓടി വരുന്നുണ്ടെങ്കിൽ ബൈ ടാറ്റാ. കാരണം ഈ ഒരു മേഖലയിലോട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ, യൂണിവേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ വരുന്നത് വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊക്കെ കാണുന്നതൊക്കെ ഒരു ഭയങ്കര കൗതുകമുള്ള കാര്യം കൂടിയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ സൂര്യനൊക്കെ അസ്തമിച്ച് ഏകദേശം നല്ല ഇരുട്ടായി. ഞാൻ പാലിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. ഞാൻ നമ്മളുടെ ജോമാനച്ഛനെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേങ്കിൽ അച്ഛന് നെറ്റ്വർക്ക് ഇല്ല. ഇനിയിപ്പം മുന്നോട്ടേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ശരിക്കും ഉണ്ടല്ലോ ഊപ്പാട് ഇളകിയെന്ന് പറയാം ആ ഒരു വഴി വന്നിട്ട്. അപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ചോദിച്ചു. ആക്ച്വലി ഇവിടെ ഉണ്ടല്ലോ മലയാളി അച്ഛന്മാരും ഒരു സ്കൂളൊക്കെ ഉണ്ട്. ഞാൻ സ്കൂൾ തപ്പിയിട്ട് കിട്ടിയില്ല. ഞാൻ പേരാണെങ്കിൽ ചോദിക്കാനും വിട്ടുപോയി. അപ്പോൾ ഞാൻ അവിടെ വരാമെന്ന് നിൽക്കാം. ആക്ച്വലി ഞാൻ സിറോ വരെ പോകാനായിരുന്നു പ്ലാൻ, പക്ഷേ അവിടം വരെ ഇനിയിപ്പോൾ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിവിടെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അറിയാത്തൊരു സ്ഥലത്ത് കയറി ചെല്ലുന്ന എങ്ങനെയാണ് എന്നുള്ളത് ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടല്ലോ അത് ഇവിടെ ഈ ഒരു ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടൽ, ഒരു ഫുഡിങ് ലോഡ്ജ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഞാൻ നേരപ്പോൾ ഇവിടെ റൂം എടുത്തു. ഒന്ന് കുളിക്കണം, എന്നിട്ടൊന്ന് എന്താ പറയുക കിടന്നുറങ്ങണം. ഇന്നത്തെ ഇവിടം വരെയുള്ള യാത്രയിൽ ശരിക്കും ക്ഷീണമായി കേട്ടോ. മറ്റേ വഴിയേക്കാളും ഭയങ്കരമായിട്ട് മോശം റോഡാണ് ഈ ഒരു റൂട്ട്. മറ്റേ വഴി കാരണം അത്രയ്ക്ക് വലിയ കയറ്റങ്ങളൊന്നുമില്ല. ഇത് പക്ഷേ അത്യാവശ്യം നല്ല കയറ്റവും അതുപോലെ തന്നെ നല്ല ഹെവി റിസ്ക്കിലാണ് നമ്മൾ ആ മലയിൽ ഇറങ്ങി വന്നത്. കാരണം വണ്ടിയുടെ ബാക്ക് ഇങ്ങനെ വലിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ക്ഷീണിതനായി. താങ്ക് യു, ബൈ ബൈ. അപ്പം നമ്മളുടെ ഹോട്ടലിലാണ് നമ്മൾ ഇന്നലെ നിന്നത്. ഇനിയിപ്പോൾ രാവിലെ തന്നെ ഞാനിത് ഇറങ്ങുകയാണ്. ഇന്ന് അത്യാവശ്യം കുറച്ച് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. സോ ബൈ. അപ്പോൾ പാലിനോട് നമ്മൾ പറയുകയാണ്. പാലിനൊരു അത്യാവശ്യം വലിയൊരു ടൗണാണ് കേട്ടോ. ഈ ഒരു മേഖലയിലെ വലിയൊരു ടൗൺ എന്ന് വേണമെങ്കിൽ പാലിൻ പറയാം. ഇതൊക്കെ പാലിൻ മാർക്കറ്റുകളാണ്. സ്പെഷ്യലായിട്ട് വലിയ കാഴ്ചകളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ കാഴ്ചകളൊന്നും പാലിനും ഇല്ല കേട്ടോ. അവിടെ നിന്ന് വിട്ടതിന് ശേഷം ഉണ്ടല്ലോ ഇപ്പോഴാണ് നമ്മൾ പെട്രോൾ പമ്പ് കാണുന്നത്. പക്ഷേ നമുക്കിപ്പോഴും 2 കെട്ടയുണ്ട്. വേണ്ടല്ലേ, എന്തിനാ വെറുതെ? നമുക്ക് എത്ര ദൂരം ഇതും കൊണ്ട് പോകാൻ പറ്റുന്നുള്ളത് നോക്കാമല്ലോ. അപ്പോൾ എന്തായാലും മൈലേജിൻ്റെ കാര്യത്തിലൊക്കെ മീനുക്കുട്ടി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സന്തോഷിപ്പിക്കുന്നുണ്ട്. നൈസ്. ഇതിനൊക്കെ വേണ്ടിയാണ് ഞാൻ എന്തുകൊണ്ട് 200cc എക്സ്പൾസിൽ നിന്നും 250cc V-Strom മാറിയെന്ന് പല ആളുകളും ചോദിച്ചിരുന്നു. മൈലേജ് ഒരു പ്രധാന ഘടകമാണ്. അതുകൂടാതെ കമ്പയർ ടു എക്സ്പൾസ് നമ്മളുടെ V-Strom അത്യാവശ്യത്തിൽ അതിനേക്കാളും നല്ല പവർ ഉണ്ട് കേട്ടോ. നല്ല കുന്നല്ല, നല്ല അടിപൊളിയായിട്ട് കയറും. എന്താ പറയുക, ഓഫ് റോഡൊന്നും വന്ന ഒരു സീനല്ല, വണ്ടി വലിച്ച് കയറിക്കോളും. നമുക്ക് കൂട്ടായി ചെറിയൊരു കുട്ടി മഴ കൂടി പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നേരെ നമ്മളുടെ സിറിയക്കച്ഛൻ്റെ, ജോബി അച്ഛൻ്റെ, സിസ്റ്റർമാരുടെയൊക്കെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വയറ് നിറച്ച് കേരള സ്റ്റൈലിൽ ഫുഡ് കഴിക്കണം കേട്ടോ. അതാണ് ഏറ്റവും വലിയ ആവേശം. മഴ അത്യാവശ്യം കൂടിയ സമയത്ത് ഞാൻ ഇവിടെ ഒരു പാനിപ്പൂരി ഷോപ്പുണ്ട്. കുറച്ച് പാനിപ്പൂരി എന്തായാലും രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പം വിശപ്പ് മാറ്റാൻ പാനിപ്പൂരി നല്ലതാണ്. അപ്പോൾ പാനിപ്പൂരി കഴിച്ചു. അപ്പോഴത്തേക്കും മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട്. ഇനി വീണ്ടും റൈഡ്. വെൽക്കം ടു സിറോ. വീണ്ടും നമ്മളിതാ സിറോയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. താങ്ക് യു. നമ്മളൊരു 1000 രൂപയ്ക്ക് 11 ലിറ്റർ എണ്ണ നമ്മൾ അടിച്ചിട്ടുണ്ട്. കുറേ നാളിന് ശേഷം വീണ്ടും മീനുക്കുട്ടിക്ക് വയറ് നിറച്ച് പെട്രോൾ കൊടുത്തിട്ടുണ്ട്. സിറോയിലുണ്ടല്ലോ നമ്മളുടെ അവിടെ കൊളൂറിയങ്ങൊക്കെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവുണ്ട്. ഇവിടെ 91 രൂപയാണ് പെട്രോളിന് റേറ്റ് വരുന്നത്. അവിടെയൊക്കെ 93 രൂപ, 2 രൂപ ആ മലകയറി അങ്ങ് എത്തണ്ടേ, ആ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. സിറോയിലുണ്ടല്ലോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മഴ കഴിഞ്ഞ് ക്ലിയർ വെതർ വന്നിട്ടേ ഉള്ളൂ. അത്യാവശ്യം ഒരു തണുപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നമ്മളങ്ങനെ നമ്മുടെ അച്ഛന്മാരുടെ അടുത്തേക്ക് പോവുകയാണ്. ഹാരി വില്ലേജ് ഇതുവഴിയുള്ള വഴിയാണ് എനിക്കറിയുന്നത്. മെയിനായിട്ട് ഓൾഡ് സിറോ ചെന്നിട്ട് പോകാൻ പറ്റും. ഇതിൽ പോകുന്ന വഴിയും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലായിരുന്നു. നല്ല ഭംഗിയുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ പാടം കുറേ കൂടി ഗോൾഡൻ കളറായി ഞാൻ പോയതിനേക്കാളും. നിങ്ങൾക്കറിയാലോ ഈ നെല്ലിങ്ങനെ പെട്ടെന്ന് ഇതായി വരും. അതുകൂടാതെ ഉണ്ടല്ലോ ഈ കാണുന്ന പച്ച ചെടികളുണ്ടല്ലോ, നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ ചെടി നിറച്ച് പൂത്ത് നല്ല കളർഫുള്ള് പൂക്കളുണ്ടാവും കേട്ടോ. ഞാനിതാ നമ്മളുടെ ഇവിടുത്തെ ഹൗസിലെത്തി. വന്ന് ഒരു കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അലക്കിയിടാനുള്ളതൊക്കെ അലക്കിയിട്ട് ഇവിടെ ഉണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെയൊരു
എന്താ പറയുക ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം രാത്രിയായേ, പുറത്തേക്കൊക്കെ നോക്കിയാൽ നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് നമ്മളുടെ വീഡിയോകൾ, ഇപ്പോൾ പോയ വീഡിയോകളൊക്കെ ഇല്ല, വീഡിയോകളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും തിരിച്ചു വരാം. ഞാൻ ഒരു കുളിയെല്ലാം കഴിഞ്ഞു, അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇതുവരെയുള്ള കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ബൈ ബൈ.